അമ്മ പോകുന്നേ? 21 കിലോമീറ്ററൊക്കെയാണ് കാണിക്കുന്നത്. പമ്പ് വരെ എത്തിയാൽ മതിയായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ സ്ഥലം. നിങ്ങൾ ഈ കാണുന്ന അതിമനോഹരമായ കാഴ്ചകൾ ഞാനിപ്പോൾ പോകുന്ന വഴി, ഇതെൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ്. കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിൽ മാനേജ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. വിൻ നോയ്സ് എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. ഇതിൻ്റെ റിവ്യൂവും കൂടെ ആണെന്ന് വേണമെങ്കിൽ കൂട്ടാം. കാര്യം മൈക്കും കാര്യങ്ങളും എല്ലാം ഈ ഒരു സിസ്റ്റത്തിനോട് തന്നെ ഒരു പുതിയൊരു അപ്രോച്ചാണ് കേട്ടോ. എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ചു കൊള്ളുക. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ തുരുമ്പിൻ്റെ ഫസ്റ്റ് മോട്ടോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പരീക്ഷണം കേട്ടോ. ഞാനൊരു റിവ്യൂ പറയാനായിട്ട് ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. ഒരു പോർഷൻ ഞാൻ വിചാരിച്ചു ഇതേപോലെ മോട്ടോ വ്ളോഗ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് സോളോ റൈഡ്സൊക്കെ പോകുന്ന സമയത്തും ഈസി ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, കണ്ടൻറ് എത്തിക്കാനായിട്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മൈക്കും ക്യാമറയെല്ലാം അറ്റാച്ച് ചെയ്തിട്ട്, അറിയത്തില്ല ഇത് എത്രത്തോളം എഫക്റ്റീവായിട്ട് വരുന്നതെന്ന് അറിയത്തില്ല. മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ റിവ്യൂവും കാര്യങ്ങളും കൂടെ ആവും നമ്മൾ ചെയ്യുമ്പോൾ. എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ സെറ്റപ്പ് ചെയ്തതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരാമെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പോസിറ്റീവ് സൈഡ്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫേർട്ട് തന്നെയാണ്. ഇതിൻ്റെ സീറ്റിംഗ് കംഫേർട്ട് ഭയങ്കര നൈസാണ്. അതായത് നമ്മളിപ്പോൾ ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് നമുക്ക് ഇരുന്ന് പോവാം. അതായത് നല്ല രീതിക്ക് ഇപ്പോൾ, അതായത് ഞാൻ ആദ്യം FC-യിൽ ഇതുപോലെ എറണാകുളത്തൊക്കെ പോകുന്ന സമയത്ത് 30 കിലോമീറ്റേഴ്സിലൊക്കെ ബ്രേക്ക് എടുക്കുമായിരുന്നു. സീറ്റ് അങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടൊന്നുമില്ല, കമ്പനിയുടെ സീറ്റ് തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കിലോമീറ്റേഴ്സ് നമുക്ക് പോകാൻ പറ്റില്ല. ബാക്കും അതുപോലെ മൂടൊക്കെ നല്ല രീതിക്ക് പൊള്ളി പപ്പടം പോലെ ആവും. സോ അതായിരുന്നു എനിക്ക് മേജർ ഡിഫറൻസ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം. ഈ വണ്ടിയിൽ ഞാൻ 100 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഓടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബ്രേക്ക് എടുക്കുന്നതന്നെ അതില്ല. 200 കിലോമീറ്റർ ടോട്ടൽ ഓടിക്കുന്നതിൽ 100 കിലോമീറ്ററിലാണ് ഞാൻ ബ്രേക്ക് എടുത്തത്. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത്ര കംഫർട്ടാണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ, അയ്യോ ഒരു രക്ഷയില്ല. അതായത് ഇപ്പോൾ നമ്മൾ കട്ടർ അതുപോലെ ഈ ബമ്പൊക്കെ കയറുന്ന സമയത്ത് അറിയത്ത് പോലുമില്ല. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റിയാണ്. ഇപ്പം ഡേ ടൈം ആയതുകൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നൈറ്റ് ടൈമിൽ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ക്യാമറയുടെ ക്വാളിറ്റി അത്രയും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് അറിയത്തില്ല. നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ഈ ഫോഗി കണ്ടീഷനിലൊന്നും അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ യൂസിന് ഈ ഹെഡ്ലൈറ്റ് ഭയങ്കര നൈസാട്ടോ. അത് നേരത്തെ ഇതിൽ ഹാലജൻ ആയിരുന്നു, ഇപ്പോൾ LED ഹെഡ്ലൈറ്റ് ആക്കിയതാണ്. പക്ഷേ ഭയങ്കര വിസിബിലിറ്റി ഉണ്ട്, നല്ല രസമുണ്ട് രാത്രി ഓടിക്കാനൊക്കെ ആയിട്ട്. അത്യാവശ്യം ഡിമ്മിൽ തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റും, നല്ല രീതിക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈറ്റ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ് ഈ ബൈക്കിൻ്റെ കൂടെ വരുന്നത്. ഇത് വെഞ്ഞാറമൂടാണ് ഗൈസ്, ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം. സ്കൂൾ പഠിച്ചതിന് ശേഷം പിന്നെ ഈ പരിസരത്തോട്ട് വന്നിട്ടില്ല. സാറന്മാരും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഓട്ടിക്കും. ഡാൻസ് എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും ഭയങ്കര പുച്ഛ. പ്രത്യേകിച്ച് അച്ഛൻ ടീച്ചറായിരുന്നു, അപ്പോൾ പറയണ്ടല്ലോ, എല്ലാ സാറന്മാർക്കും അറിയാം. പുള്ളിക്കാരനെ സ്കൂളിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോഴൊക്കെ സാറന്മാരൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അവരൊക്കെ നിരന്തരം എയറിലാണ് എന്നെ ആക്കുന്നത്. കുറച്ച് നാളായിട്ട് ഞാൻ എയറിലാണ് അവിടെ. അതുകൊണ്ട് ഞാൻ തല കണ്ണുപിടിച്ച് നടക്കുകയാണ്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഇത് തന്നെ. പിന്നെ സാറന്മാരായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളൊരു സംഭവമില്ല. ഇതാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ പറയുന്നത്, അതിന് വേണ്ടിയിട്ടൊന്നും പറയുന്നത്. ബട്ട് ഒരു വിശ്വാസം കാണിക്കത്തില്ല, അതാ പ്രശ്നം. ഓക്കെ, അപ്പോൾ അത് പോട്ടെ.
പിന്നെ ഏറ്റവും മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ പർപ്പസ് ബൈക്കാണ്. അതായത് ടൂറിങ്ങിനും നമുക്ക് സിറ്റി കമ്മ്യൂട്ടിങ്ങിനും അതുപോലെ ഓഫ് റോഡിങ്ങും എല്ലാം പറ്റുന്ന രീതിയിലുള്ള ഒരു ബൈക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പക്ഷേ സ്റ്റിൽ ഇതിൽ അലോയ് വീൽസാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്പോക്ക് വീൽസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ ഓൾ പർപ്പസ് ആയതുകൊണ്ട് നമുക്കത് പിന്നും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ABS സ്വിച്ചബിൾ അല്ല. നേരത്തെ ഉണ്ടായിരുന്ന വേർഷനിൽ സ്വിച്ചബിൾ ABS ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓഫ് റോഡിങ്ങിന് കൂടുതൽ ചാൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ABS എന്തായാലും ഉണ്ട്. റൈഡിങ് മോഡ്സും ഇല്ല. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ KTMൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇറങ്ങുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇറങ്ങുന്ന വണ്ടികൾക്കെല്ലാം റൈഡിങ് മോഡ്സ് ഉണ്ടാവും. അതിൽ തന്നെ നമുക്ക് ഓപ്ഷണലായിട്ട് ഓഫ് റോഡ് ഓപ്ഷൻ ഉണ്ടാവും. അഡ്വഞ്ചർ ടൈപ്പ് മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ആ മോഡ്സ് യൂസ് ചെയ്ത് ABS ഓഫ് ആക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് വലിയൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി മൈക്കാട്ടോ. മാവനോടെ മൈക്കാണ് ഞാനിപ്പോൾ മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ വലിയ നല്ല സ്പീഡിനൊക്കെ പോകുമ്പോഴത്തേക്ക് എത്രത്തോളം ഇത് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പാർട്ട് വീഡിയോയുടെ ഈ പോസിറ്റീവ് സൈഡ്സൊക്കെ പറയുന്ന പാർട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ എടുത്ത് നോക്കാം എന്ന് വിചാരിച്ചത്. ADVക്ക് എന്ത് കട്ടർ എന്താവും എന്തോ. ചെറുതായിട്ട് ആ കട്ടർ അറിഞ്ഞല്ലേ. ഇനിയിപ്പോൾ നമ്മൾ സ്പീഡിന് പോവാണ് ഗൈസ്. സ്പീഡിന് പോയിട്ട് നമ്മൾ വൈബ്രേഷൻ ഞാൻ കാണിച്ചു തരാം. വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വൈബ്രേഷൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്. ഈ മിറർ ബാക്കിലോട്ട് നോക്കൂ. ആ ചിലന്തിയല്ല നോക്കേണ്ടത്, അതിൻ്റെ ബാക്കിലോട്ടുള്ള ഇമേജസ് നോക്കൂ. നല്ല ബ്ലറി ആയിട്ട് കാണുന്നില്ലേ? സ്പീഡ് 68 കണ്ടോ? ഇതാണ് വണ്ടിയുടെ അവസ്ഥ. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ അവസ്ഥ. ബാക്കി വണ്ടി സുഖമാട്ടോ. പ്രത്യേകിച്ച് ഈ 150cc എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർ, എനിക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഹിമാലയൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു, ടെസ്റ്റ് ഡ്രൈവിന് ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഹിമാലയൻ ഓടിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളായിട്ട് തോന്നിയായിരുന്നു. കൈ കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് മറ്റേ ചാടി പോകുന്ന വണ്ടിയാണ്, പറക്കും വണ്ടി. നല്ല രീതിക്ക് പവർ അറിയാൻ പറ്റുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇനിഷ്യൽ തന്നെ നല്ല രീതിക്ക് പവർ അറിയുന്നുണ്ട്. പക്ഷേ ഈ വണ്ടി എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കാമാണ് വണ്ടി. അങ്ങനെ നമ്മളെ കയ്യിൽ നിൽക്കാത്ത പോലെ, അതായത് ഞാൻ പറയുന്നത് വലിയ വണ്ടികൾ ഓടിച്ചിട്ടുള്ള ആൾക്കാരല്ല പറയുന്നത്, കുഞ്ഞു വണ്ടികളിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അതായത് 150cc ഓടിച്ചിട്ട് പെട്ടെന്ന് വണ്ടി എടുക്കുമ്പോഴത്തേക്ക് നമ്മളെയും കൊണ്ട് വണ്ടി പോകുന്ന ഒരു ഫീല് വരത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടിയുടെ. നല്ല രസമുണ്ട്. അത് നമുക്ക് ഓടിക്കാനും ഒക്കെ എൻജോയ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നല്ല രീതിക്ക് പവർ കയ്യിൽ വരും. എന്നാൽ ലോ എൻഡിലും മര്യാദയ്ക്ക് ആവശ്യമുള്ള രീതിക്ക് മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് ഓടിക്കുകയും ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ട് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് 80 to 100. ഇതുവരെ 100 നല്ല രീതിക്ക് ക്ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഫസ്റ്റ് സർവീസ് അറിയാലോ, റൺ ഇൻ പീരീഡ്. അപ്പോൾ 4000 RPM തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. അത് പിന്നെ വണ്ടിയുടെ പെർഫോമൻസിനെയും കാര്യങ്ങളെയൊക്കെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാന്യമായി 70 വണ്ടി ഓടിച്ച് പോവുകയാണ് ഞാൻ. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ മെയിനായിട്ടുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഈ വണ്ടിയുടെ, ഞാനിപ്പോൾ പഴയ വണ്ടി FC ഓടിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും വണ്ടിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. ഈവൻ ഹിമാലയൻ ഓടിച്ച സമയത്താണെങ്കിലും വണ്ടിക്ക് ഉള്ളിലാണ് നിൽക്കുന്നത് നമ്മൾ. അതായത് വണ്ടിക്ക് അകത്തിരുന്ന് നമ്മൾ ഗൈഡ് ചെയ്യുന്ന പോലെയാണ് അതിനകത്ത് വരുന്നത്. കുറച്ചുകൂടെ സേഫായിട്ട് ഫീൽ ചെയ്യുക അതിനകത്ത്. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു പൊക്കപ്പുറത്തിരിക്കുന്ന പോലെ, അതായത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഒരു നല്ല ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. വണ്ടിയുടെ മേലിലിരുന്ന് നമ്മൾ എന്താ പറയുക, കുതിരപ്പുറത്തൊക്കെ പോകത്തില്ലേ, അതേപോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ അതെന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കിലൊക്കെ ഭയങ്കര നല്ല രീതിക്ക് സ്മൂത്തായിട്ട് കാണാൻ ഒരു കമാൻഡിങ് പൊസിഷനിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീല് വരും. അത് എനിക്കൊന്നു മേ ബി ആ വണ്ടി ഇതിന് മുന്നത്തെ എൻ്റെ വണ്ടി ഓടിച്ചിട്ട് പെട്ടെന്ന് ഇത് ഓടിക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇതേപോലത്തെ ഹൈറ്റ് കൂടിയ വണ്ടികൾ ഓടിക്കാത്തത് കൊണ്ടാണോ എന്നും എനിക്കറിയത്തില്ല. ബട്ട് അത് നല്ലൊരു ഫീലാണ്. നല്ല രീതിക്ക് ഓടിക്കാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ.
ഇത് ഇപ്പോൾ ഒരാഴ്ചയാവും. മതി ചേച്ചി, മതി. ആ നിറഞ്ഞു. ആ താങ്ക്സ് ചേച്ചി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ പറയാൻ വിട്ടു കേട്ടോ. ഇത് കാര്യം ഇതിൻ്റെ റോഡ് പ്രസൻസ് എൻ്റെ പൊന്നെ പറയാതിരിക്കാൻ വയ്യ. ഞാനിപ്പോൾ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ലോങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഇപ്പോൾ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ഈ വണ്ടിയാണ്. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ആൾക്കാർ നല്ല രീതിക്ക് നോട്ടീസ് ചെയ്യും. ഇപ്പോൾ എവിടെയെങ്കിലും നിർത്തി കിട്ടുമ്പോൾ തന്നെ വന്ന് നോക്കും, കാര്യങ്ങൾ ചോദിക്കും, എത്ര രൂപയായി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ വണ്ടിക്ക് ഭയങ്കര അന്യായ റോഡ് പ്രസൻസാണ്. എല്ലാവരും നോക്കും, എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അത്യാവശ്യമായിട്ട് കുറച്ച് ആക്സസറീസ് വേണം. അപ്പോൾ ആ ആക്സസറീസ് കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വലുതായിട്ട് ഫീൽ ചെയ്യും, വണ്ടി കുറച്ചുകൂടെ ബൾക്കി ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പോൾ അതും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ലുക്ക് വൈസ് കുറച്ചുകൂടെ മാറും, വണ്ടിയുടെ ലുക്ക് കുറച്ചുകൂടെ മാറും. പിന്നെ ഞാൻ ഇന്നലെ എനിക്ക് തോന്നുന്നു ഞാൻ ഹീറ്റിംഗ് ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, മൈനസ് പറഞ്ഞ സമയത്ത്. അപ്പോൾ അതെടുത്ത് പറയേണ്ട കാര്യമാണ്. കാര്യം ഇത് നമ്മൾ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് എൻജിൻ ടെമ്പറേച്ചർ കാണിക്കും മീറ്ററിൽ. അപ്പോൾ അത് ഏകദേശം 100-ന് പുറത്താവുന്ന സമയത്ത് റേഡിയേറ്റർ ഫാൻ ഓൺ ആവും. അയ്യോ, അതൊരു വല്ലാത്തൊരു ഫീലാട്ടോ. കാര്യം സിറ്റിയിൽ ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു നോയ്സും ഹീറ്റും കാര്യങ്ങളും എല്ലാം വന്ന് നല്ല രീതിക്കൊരു അവസ്ഥയാവും. കാലിലൊക്കെ ചൂടടിക്കും, പില്ലിൻ്റെയും അതുപോലെ നമ്മുടെയും കൂടെ നിൽക്കുന്ന ആളുടെ വരെ കാലിൽ ഹീറ്റടിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയായിട്ട് മാറും. അത് ഞാൻ എറണാകുളത്ത് ട്രാഫിക്കിൽ ഓടിച്ച സമയത്ത് ഉണ്ടായിരുന്നു. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ റൈഡ് റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. മാക്സിമം കാര്യങ്ങൾ, അതായത് വണ്ടി ഓടിച്ചതിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെക്നിക്കൽ ടേംസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് ഉണ്ടല്ലോ, അത് കഴിവതും ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ സസ്പെൻഷൻ ട്രാവൽ ആണെങ്കിലും, പവർ ഫിഗേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണെങ്കിലും, ടയറിൻ്റെ സ്പെസിഫിക്കേഷൻസ്, എൻജിൻ സ്പെസിഫിക്കേഷൻസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗൂഗിളിൽ ഇതിൻ്റെ നമ്മുടെ യൂസർ മാനുവലോ ഒക്കെ അവൈലബിൾ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ബൈക്ക് റിവീൽ ചെയ്യുന്ന വാക്ക് അറൗണ്ട് റിവ്യൂ ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ ഈ വീഡിയോ കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ കണ്ടൻറ്റ് എൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്ന കണ്ടൻറ്റ് എപ്പോഴും സാധാരണക്കാർക്ക് ഈ പവർ ഫിഗേഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ ഈ സ്പെസിഫിക്കേഷൻ ചാർട്ടിൽ കിടക്കുന്ന നിങ്ങളുടെ ടേംസ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം, ഗുണം എന്നുള്ളത് സിമ്പിൾ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ട് അത് എനിക്കൊന്നും എല്ലാവർക്കും അത് പ്രോപ്പറായിട്ട് കൺവേ ആവണമെന്നില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഈ ഒരു കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിത് എൻ്റെ വീഡിയോസ് കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ അപ്ഡേറ്റ്സ്. താങ്ക് യു.